നഗരത്തിലെ ഏറ്റവും വലിയ ലക്ഷ്വറി ഹോട്ടൽ അന്ന് വലിയ തിരക്കിലായിരുന്നു. മുൻവശം മുഴുവൻ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. വഴിയിൽ ആകെ ചുവന്ന പരവതാനി കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. പോലീസുകാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ചുറ്റും കാവൽ നിൽക്കുന്നുണ്ട്. ആ ജില്ലയിലെ പുതിയ കളക്ടറായി ചാർജെടുത്ത യുവ IAS ഓഫീസർ അർജുൻ ഔദ്യോഗിക മീറ്റിൽ പങ്കെടുക്കാൻ അവിടെ വരുന്നുണ്ടായിരുന്നു. വളരെ കർക്കശക്കാരനും എന്നാൽ പാവങ്ങളോട് കരുണയും ഉള്ള ഒരു ഓഫീസറായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ആർക്കും അറിയില്ലായിരുന്നു. അതേസമയം ഹോട്ടലിൻ്റെ പിൻവശത്തുള്ള ഒരു ഇടനാഴിയിൽ സാധാരണക്കാരായ അതിഥികളുടെ കണ്ണുകൾ എത്താത്ത ഒരിടത്ത് ഒരു സ്ത്രീ കുനിഞ്ഞിരുന്ന് തറ തുടയ്ക്കുകയായിരുന്നു. പേര് മാളവിക. മുഖത്തു നിന്നും വിയർപ്പുതുള്ളികൾ ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. അവളുടെ കണ്ണുകളിൽ വലിയൊരു ശൂന്യതയും സങ്കടവും കാണാമായിരുന്നു. പണ്ട് ഈ നഗരത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു കോളേജിൽ നിന്ന് 1ാം റാങ്കോടെ സ്വർണ്ണ മെഡൽ നേടി പാസ്സായ ഒരു പെൺകുട്ടിയായിരുന്നു അവൾ. ഇന്ന് അവളുടെ ആ പഴയ വിലാസമെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. അവൾ ഹോട്ടലിലെ ഹൗസ് കീപ്പിംഗ് വിഭാഗത്തിലെ വെറുമൊരു ജീവനക്കാരി മാത്രമാണ്. 6 വർഷം മുൻപ് മാളവികയും അർജുനും സന്തോഷത്തോടെയാണ് കുടുംബജീവിതം തുടങ്ങിയത്. അതൊരു പ്രണയ വിവാഹമായിരുന്നു. അർജുൻ അന്ന് സിവിൽ സർവീസ് പരീക്ഷയുടെ തയ്യാറെടുപ്പിലായിരുന്നു. വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ലായിരുന്നു. മാളവിക ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലിക്ക് പോകുമ്പോൾ കിട്ടിയിരുന്ന ശമ്പളം കൊണ്ടാണ് വീട്ടുചിലവുകൾ, ഗോകുലിൻ്റെ പഠിത്തത്തിനുള്ള ചിലവ്, പുസ്തകങ്ങൾ എന്നിവ വാങ്ങിയിരുന്നത്. വളരെ കഷ്ടപ്പാട് നിറഞ്ഞ സമയമായിരുന്നു അത്. അർജുൻ്റെ പഠിത്തത്തിനു വേണ്ടി മാളവിക സ്വന്തം സന്തോഷങ്ങളെല്ലാം മാറ്റിവെച്ചു. അർജുൻ എപ്പോഴും തമാശയായി പറയുമായിരുന്നു, എനിക്ക് ഒരു ജോലി കിട്ടുന്ന ദിവസം മുതൽ നിന്നെ ഞാൻ രാജ്ഞിയെപ്പോലെ നോക്കും. ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള സ്ത്രീ നീയായിരിക്കും. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. അർജുന് IAS കിട്ടി. അദ്ദേഹം ഉന്നത സ്ഥാനത്ത് എത്തിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. അർജുൻ്റെ വീട്ടുകാർക്ക് മാളവികയെ ഇഷ്ടമല്ലായിരുന്നു. അർജുന് മാളവികയേക്കാൾ വലിയ തറവാട്ടിൽ നിന്നും വലിയ സ്ത്രീധനം വാങ്ങി വിവാഹം കഴിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. അതിനുവേണ്ടി അവർ മാളവിക വളരെ മോശപ്പെട്ട സ്ത്രീയാണെന്ന തരത്തിൽ കഥകൾ ഉണ്ടാക്കി. അമ്മയുടെയും സഹോദരിയുടെയും വാക്കുകൾ വിശ്വസിച്ച അർജുൻ മാളവിക പറയുന്നത് കേൾക്കാൻ പോലും തയ്യാറാകാതെ അന്ന് രാത്രി ആ വീട്ടിൽ നിന്നും ഇറക്കിവിട്ടു. മാസങ്ങൾ കഴിഞ്ഞു വിവാഹമോചനവും നേടി. മാളവിക ഒരുപാട് പ്രാവശ്യം തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിച്ചെങ്കിലും കളക്ടറായ അർജുൻ ആ പാവം പെൺകുട്ടിയെ വിശ്വസിച്ചില്ല. അന്ന് ആ ഹോട്ടലിൽ വരുന്നത് ഒരിക്കൽ തൻ്റെ പ്രിയപ്പെട്ടവനായിരുന്ന അർജുനാണെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. കഴിഞ്ഞുപോയ കാലത്തിൻ്റെ ഓർമ്മകളിലിരുന്ന മാളവിക പെട്ടെന്ന് പോലീസിൻ്റെ സൈറൺ ശബ്ദം കേട്ടു ഞെട്ടി എഴുന്നേറ്റു. ചുവന്ന ബോർഡും നീല ലൈറ്റുമുള്ള കളക്ടറുടെ കാർ കവാടത്തിൽ വന്നു നിന്നപ്പോൾ ഹോട്ടലിലെ വലിയ ഉദ്യോഗസ്ഥരും ജീവനക്കാരും വരിവരിയായി നിന്നു. മാളവികയും പേടിച്ച് ഒരു മൂലയിലേക്ക് ഒതുങ്ങി നിന്നു. അവളുടെ കയ്യിൽ ബക്കറ്റും തറ തുടയ്ക്കുന്ന തുണിയും ഉണ്ടായിരുന്നു. അർജുൻ അടുത്തു വന്നപ്പോൾ എല്ലാവരും ബഹുമാനത്തോടെ സല്യൂട്ട് ചെയ്തു. നടന്നു വരുന്ന കളക്ടറുടെ മുഖത്തേക്ക് നോക്കിയ മാളവികയുടെ കയ്യിൽ നിന്നും തറ തുടയ്ക്കുന്ന തുണി താഴേക്ക് അറിയാതെ വീണു. ഒരു കാലത്ത് തൻ്റെ പ്രിയപ്പെട്ടവനായിരുന്നവൻ ഇന്നിതാ തൻ്റെ മുൻപിൽ നിൽക്കുന്നു. ഹാളിലൂടെ കടന്നുപോയ അർജുൻ്റെ കണ്ണുകൾ പെട്ടെന്ന് തറയിൽ കിടക്കുന്ന വെള്ളത്തിലേക്കും ഒരു മൂലയിൽ ഒതുങ്ങി നിൽക്കുന്ന സ്ത്രീയിലേക്കും നീണ്ടു. അവരുടെ കണ്ണുകൾ തമ്മിൽ ഒരു നിമിഷം മുടക്കി. ആ നിമിഷം തന്നെ അർജുൻ്റെ കാലുകൾ നിശ്ചലമായി. ഗാംഭീര്യം ഞെട്ടലിലേക്ക് വഴിമാറി. ഇത് തൻ്റെ മാളു തന്നെയല്ലേ? ഇന്ന് അവളുടെ രൂപം ആകെ മാറിപ്പോയിരിക്കുന്നു. അഭിമാനത്തോടെ ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടി ഇന്ന് ജീവിക്കുന്നത് നരകതുല്യമായ സാഹചര്യത്തിലാണ് എന്ന് മനസ്സിലായ അർജുന് കുറ്റബോധം തോന്നിത്തുടങ്ങി. അമ്മയും സഹോദരിയും പറഞ്ഞ കാര്യത്തിൻ്റെ സത്യം മനസ്സിലാക്കാതെ താൻ അവർ പറഞ്ഞത് അതുപോലെ വിശ്വസിച്ചു. തൻ്റെ ഭാര്യയുടെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ ഇരുന്നതിൽ അവന് ഒരുപാട് കുറ്റബോധം തോന്നി. മാളവികയെ കണ്ട ശേഷം അർജുന് തൻ്റെ ജോലിയിൽ ശ്രദ്ധിക്കാനേ കഴിഞ്ഞിരുന്നില്ല. ഒരു ദിവസം വീട്ടിൽ സഹോദരി ഫോൺ ചെയ്യുന്നത് അർജുൻ അബദ്ധവശാൽ കേട്ടു. അവൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ അർജുൻ ഞെട്ടിപ്പോയി. മാളവികയ്ക്കെതിരെ പറഞ്ഞ ആരോപണങ്ങളെല്ലാം അമ്മയും സഹോദരിയും ചേർന്നുണ്ടാക്കിയ കള്ളക്കഥകളായിരുന്നു. സ്വർണം വിറ്റത് സഹോദരി തന്നെയായിരുന്നു. വ്യാജ തെളിവുകൾ ഉണ്ടാക്കിയതും അവർ തന്നെയാണ്. സത്യമറിഞ്ഞ അർജുൻ തകർന്നുപോയി. ഒരു തെറ്റും ചെയ്യാത്ത തൻ്റെ ഭാര്യയെ കഴിഞ്ഞ 6 വർഷം കൊണ്ട് താൻ ശിക്ഷിക്കുകയായിരുന്നു. കാര്യങ്ങളെല്ലാം അറിഞ്ഞ ശേഷം അർജുൻ നേരെ മാളവികയുടെ അടുത്തേക്ക് ചെന്നു. എന്നോട് ക്ഷമിക്കൂ. അവൾ തലയുയർത്തി നോക്കി.
മുന്നിൽ നിൽക്കുന്നത് ജില്ലാ കളക്ടറല്ല, തൻ്റെ തെറ്റ് മനസ്സിലാക്കിയ ഭർത്താവായിരുന്നു. 6 വർഷം ഞാൻ കാത്തിരുന്നത് ഈ ഒരു വാക്കിനാണ്. അർജുൻ പറഞ്ഞു. ഞാൻ ചെയ്ത തെറ്റിന് ജീവിതകാലം മുഴുവൻ മാപ്പ് ചോദിച്ചാലും മതിയാകില്ല. അന്നു തന്നെ അമ്മയും സഹോദരിയും ചെയ്ത കുറ്റങ്ങൾ തെളിയിക്കുന്ന രേഖകൾ പോലീസിനു കൈമാറി. കള്ളം പറഞ്ഞവർ നിയമത്തിനു മുന്നിൽ ശിക്ഷിക്കപ്പെട്ടു. 6 വർഷത്തെ വേർപിരിയലിനു ശേഷം അർജുൻ തൻ്റെ ഭാര്യയുടെ കൈ പിടിച്ചു. ഇനി ഒരിക്കലും നിന്നെ ഞാൻ ഒറ്റപ്പെടുത്തില്ല. കണ്ണീരോടെ മാളവിക അവനൊപ്പം നടന്നു. ചിലപ്പോൾ സത്യം വൈകിയെത്തും, പക്ഷേ എത്തിയാൽ കള്ളത്തിൻ്റെ എല്ലാ മുഖംമൂടികളും അഴിച്ചു മാറ്റും.